ഹായ് ഡിയേഴ്സ്, അപ്പോൾ ക്രിസ്മസൊക്കെ ഇങ്ങ് അടുത്തു. ഈ പ്രാവശ്യം ക്രിസ്മസിന് നമുക്ക് വീട്ടിൽ തന്നെ ആൽക്കഹോളിക് കണ്ടൻ്റ് ഒന്നും ഇല്ലാതെ നല്ല അടിപൊളി മിക്സഡ് ഫ്രൂട്ട് വൈൻ റെഡിയാക്കി എടുക്കാം. വെറും 7 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ ഒരു റെഡ് കളറിലുള്ള വൈൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് നമുക്ക് നോക്കാം. ശരിക്കും നല്ല ക്ലിയർ ആയിട്ടുള്ള റെഡ് കളറിലുള്ള വൈനാണിത്. ഗ്രേപ്പ് വൈനേക്കാളും നല്ല റെഡ് കളറിലാണ് നമുക്ക് ഈ ഒരു മിക്സഡ് ഫ്രൂട്ട് വൈൻ കിട്ടുന്നത്. ഈ ഒരു റെഡ് കളർ കിട്ടാനായിട്ട് നമ്മൾ ബീറ്റ്റൂട്ട് തിളപ്പിച്ച വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ല റെഡ് കളറിൽ ഈ ഒരു വൈൻ റെഡിയാക്കി എടുക്കാൻ പറ്റും നമുക്ക്. ഞാനിപ്പോൾ ഈ വൈൻ റെഡിയാക്കാനായിട്ട് 3 കിലോ കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. നമ്മൾ ജ്യൂസ് അടിക്കണം നല്ല കറുത്ത കളറിലുള്ള മുന്തിരി ഉണ്ടല്ലോ, അതാണ് ഈ ഒരു വൈൻ റെഡിയാക്കാനായിട്ട് ഏറ്റവും നല്ലത്. അത് നന്നായിട്ട് ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി നന്നായിട്ട് ക്ലീനാക്കി തിളച്ച വെള്ളം ചൂടാറിയതിന് ശേഷം അതിലും കൂടി ഇട്ടിട്ട് കഴുകിയിട്ടാണ് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ ഒരു 1/2 കിലോ മാതള നാരങ്ങയുടെ അല്ലികൾ വേർതിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ഒരു 3 ആപ്പിളും അതുപോലെ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 3 പൂവമ്പഴം വേണം. പിന്നെ ഞാനിതിലേക്ക് റവയാണ് ചേർക്കുന്നത്. സൂചി ഗോതമ്പിന് പകരം റവയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് സൂചി ഗോതമ്പ് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പാക്കറ്റ് ഈസ്റ്റ് വേണം. നന്നായിട്ട് തിളപ്പിച്ചാറിയ വെള്ളവും വേണം നമുക്കിതിലേക്ക്. ഇനി ഈ വൈനിലേക്ക് ചേർക്കാനായിട്ട് നമുക്ക് കുറച്ച് സ്പൈസസ് ആവശ്യമുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്കായ് എന്നിവ ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് ഇടവിട്ട് ചേർത്ത് കൊടുക്കണം ഈ വൈൻ ഉണ്ടാക്കുമ്പോൾ. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ ആപ്പിളിൻ്റെയും പൈനാപ്പിളിൻ്റെയും പീസസ് കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മുന്തിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഈ ആപ്പിളിൻ്റെ പൈനാപ്പിളിൻ്റെ പീസസൊക്കെ കുറച്ച് വലുതായതുകൊണ്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പിന്നെ നമ്മൾ മുന്തിരി മാത്രം ഇട്ട് അടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈൻ ഉണ്ടാക്കുന്ന ഭരണിയിലേക്ക് ആദ്യം തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ എല്ലാം കൂടി ഒരു 4.5 കിലോയോളം ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് 3 കിലോ പഞ്ചസാരയാണ് ഞാൻ ഇതിനെടുത്തിരിക്കുന്നത്. പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുറയ്ക്കാം. പക്ഷേ പഞ്ചസാര കുറച്ചിട്ടാൽ നമ്മുടെ വൈന് വീര്യം കൂടും. അപ്പോൾ വീര്യം കുറഞ്ഞിട്ടുള്ള വൈൻ വേണമെന്നുണ്ടെങ്കിൽ 3 കിലോ ഇടാം, അല്ലെങ്കിൽ 2.5 കിലോയോളം ഇട്ടാലും മതി. ആദ്യം തന്നെ ഒരു ലെയർ പഞ്ചസാര ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചിരിക്കുന്ന ആ ഒരു പൾപ്പും കൂടി ചേർത്ത് കൊടുത്തു. ബാക്കി രണ്ടാമത്തെ ലെയറിൽ നമ്മൾ ഇതുപോലെ പൈനാപ്പിളും ആപ്പിളും ബാക്കിയുള്ളതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ബാക്കിയുള്ള പൈനാപ്പിളും ആപ്പിളും മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മീതേക്ക് ഒരു ലെയറും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3 കപ്പോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മീതേക്ക് നമുക്ക് നമ്മൾ ആ പൊടിച്ചു വെച്ചിരിക്കുന്ന സ്പൈസസ് പൗഡർ കുറേശ്ശെ ഇട്ട് കൊടുക്കണം. ഇനി വീണ്ടും നമുക്ക് ബാക്കിയുള്ള മുന്തിരിയും കൂടി ഇതുപോലെ അടിച്ചിട്ട് ഓരോ ലെയറാക്കിയിട്ട് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഈ വൈൻ ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ വേണം നമ്മൾ എടുക്കുന്ന പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കാൻ. മിക്സിയുടെ ജാറും അതുപോലെ കപ്പുകളും പാത്രങ്ങളെല്ലാം നമ്മൾ ആ രീതിയിൽ കഴുകിയെടുത്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. പച്ചവെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇത് ചീത്തയാവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മൾ മുന്തിരിയൊക്കെ കഴുകിയെടുക്കുമ്പോൾ ആദ്യം തന്നെ നല്ല ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കുറേ നേരം കഴുകിയെടുക്കണം. അതിനുശേഷം തിളപ്പിച്ചാറിയ ചെറു ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്താൽ പിന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഡ്രൈ ആയിട്ടൊന്നും ഇരിക്കണമെന്നില്ല. തിളപ്പിച്ച വെള്ളത്തിൻ്റെ അംശമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വൈൻ ചീത്തയൊന്നും ആവില്ല. ഇപ്പോൾ എല്ലാ ലെയറും അതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 3 പൂവമ്പഴം കൈകൊണ്ട് ഇതുപോലെ പീസസ് ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. നല്ല പഴുത്ത പൂവമ്പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പൂവമ്പഴം അല്ലെങ്കിൽ ഞാലിപ്പൂവൻ അല്ലെങ്കിൽ പാളയംകുടമ്പഴം ആയാലും കുഴപ്പമില്ല. ഈ പഴം നമുക്ക് മിക്സിയിലിട്ടൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പഞ്ചസാര മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. 3 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ പഴമൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വീര്യമുള്ള വൈനായിരിക്കുള്ളൂ ഇത്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കുറക്കണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. ഇനി ബാക്കിയുള്ള ആ സ്പൈസസ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 5 കഷ്ണം കറുവപ്പട്ട, ഒരു 10-15 ഏലക്കായി, 10 ഗ്രാമ്പു എന്നിവ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിരിക്കുന്ന ഒരു കൂട്ടാണിത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ആ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ വൈന് നല്ല റെഡ് കളർ കൊടുക്കുന്നത്. മാതള നാരങ്ങയുടെ അല്ലികൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായില്ലേ, അതൊന്ന് ഇതുപോലെ കൈകൊണ്ടൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. മിക്സിയിലിട്ടൊന്നും അടിക്കണ്ട, ഈ രീതിയിൽ ഉടച്ചെടുത്താൽ മതി. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ കറയൊക്കെ ഇറങ്ങിയിട്ട് വേറൊരു കറുത്ത കളറായിട്ട് വരും. ഈ രീതിയിൽ നന്നായിട്ടൊന്ന് കൈകൊണ്ട് പിഴിഞ്ഞെടുത്തിട്ട് നമുക്കിത് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കളറാണ് കേട്ടോ നമുക്ക് നല്ല റെഡ് കളറിൽ വൈൻ കിട്ടുന്നത്. ബീറ്റ്റൂട്ട് വെള്ളമൊന്നും തിളപ്പിച്ച് ചേർക്കാതെ തന്നെ നമുക്ക് നല്ല റെഡ് കളറിൽ ഈ രീതിയിൽ വൈൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഡ്രൈ ഈസ്റ്റാണിത്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്.
വേറെ രീതിയിലൊരു മണിമണി പോലത്തെ ഒരു ഈസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കലക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 2 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിളപ്പിച്ചാറിയ വെള്ളമാണിത്. നമ്മൾ വെള്ളം എടുക്കുമ്പോഴും അതുപോലെ തന്നെ തിളപ്പിച്ചാറിയ വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു വൈറ്റ് തുണി എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഒരു 100 ഗ്രാമോളം റവ ഉണ്ടാവും കേട്ടോ ഇത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് കെട്ടിക്കൊടുത്തിട്ട് അഴിഞ്ഞു പോകാത്ത രീതിയിൽ കെട്ടിക്കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ആ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വേണം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇത് ഫെർമെൻറ്റേഷനായിട്ട് മാറ്റി വെക്കാനായിട്ട്. ഒരു വൈറ്റ് തുണി എടുത്തിട്ട് 2 ലെയറായിട്ട് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മീതേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ചുറ്റും ഒരു തുണി കഷ്ണം കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ഭരണിയുടെ അടപ്പനെടുത്തിട്ട് ശരിക്കും അടച്ച് വെക്കരുത്. ഒന്ന് സൈഡായിട്ട് ഒതുക്കിയിട്ട് വെച്ചാൽ മതി. എയർ പോകാനായിട്ട് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങിപ്പോയിട്ട് ഫുള്ളായിട്ട് തൂവിയൊക്കെ പോവും. ഇങ്ങനെ ചെയ്തതിന് ശേഷം വെട്ടം കയറാത്ത ഏതെങ്കിലും ഒരു കബോർഡിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഭരണി എടുത്ത് വെക്കണം. വെട്ടൊട്ടും കയറാത്ത രീതിയിൽ വേണം എടുത്ത് വെക്കാനായിട്ട്. എന്നിട്ട് അടുത്ത ദിവസം ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്പൺ ആക്കി നോക്കാം. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലൊരു ഉണങ്ങിയ തടിത്തവ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാത്ത തടിത്തവ് വേണം കേട്ടോ ഇതിനായിട്ട് യൂസ് ചെയ്യാനായിട്ട്. തടിത്തവ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റീലിൻ്റെ തവി അങ്ങനെ ഇടാതിരിക്കുന്നതാണ് നല്ലത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ പഞ്ചസാരയ്ക്ക് ഇപ്പോൾ അലിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും അതുപോലെ തന്നെ അടച്ച് വെച്ചിട്ട് ഒരു 3 ദിവസം കൂടി നമുക്ക് ഇതുപോലെ എല്ലാ ദിവസവും എടുത്തിട്ട് ഇളക്കി കൊടുക്കണം. വീണ്ടും അതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് ഇതുപോലെ അടച്ച് വെച്ചിട്ട് നമുക്ക് എല്ലാ ദിവസവും ഈ ഒരു ടൈമിൽ തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. രാത്രി ഇളക്കി കൊടുക്കരുത് കേട്ടോ. രാത്രി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വൈൻ കേടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വൈൻ എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒരു തോർത്തിൻ്റെ തുണിയോ അല്ലെങ്കിൽ വൈറ്റ് തുണിയോ ഇട്ടിട്ട് അരിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് അരിച്ചെടുക്കാനായിട്ട് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെള്ളത്തിൻ്റെ അംശം ഒന്നും പാടില്ല. തിളപ്പിച്ചാറിയ വെള്ളം ഇട്ടിട്ട് കഴുകിയിട്ട് വേണം തുടച്ചെടുക്കാനായിട്ട്. അതിനുശേഷം അതിൻ്റെ മീതേക്ക് ഒരു നല്ല പുതിയ തോർത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് അരിച്ചെടുക്കാം. സൈഡ് ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിലോട്ട് വീണ് പോവില്ല. എന്നിട്ട് നമുക്കിത് കുറേശ്ശെയായിട്ട് അരിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പപാത്രം വെച്ചിട്ടായാലും ഇത് അരിച്ചെടുക്കാം. പക്ഷേ തോർത്ത് വെച്ചിട്ട് അരിച്ചെടുക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള വൈൻ നമുക്ക് കിട്ടും. ഇങ്ങനെ അരിച്ചെടുക്കാനായിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ എടുത്തിട്ട് കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നതിന് കുറച്ചും കൂടി എളുപ്പം. ഈ രീതിയിൽ നമുക്ക് എല്ലാം ഇതുപോലെ അതിൻ്റെ സത്തൊക്കെ പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ സത്തൊക്കെ അതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഭരണി എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ആ ഭരണി. അതിലേക്ക് വീണ്ടും ഒരു തുണി ഇട്ടിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടി അരിച്ചെടുക്കണം. ഇങ്ങനെ 2 പ്രാവശ്യം അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള വൈൻ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇത് ഞാൻ വീണ്ടും അരിച്ചെടുക്കാനായിട്ട് ഒരു തുണിയാണ് യൂസ് ചെയ്യുന്നത്. നൈസായിട്ടുള്ളൊരു തുണിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഒട്ടും തന്നെ അതിൻ്റെ ആ ഒരു മട്ടൊന്നും വരാതെ തന്നെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള വൈൻ കിട്ടും. അരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്താൽ നമ്മുടെ വൈനിൽ ആ മട്ടൊക്കെ വീണിട്ട് ഒരു കലങ്ങിയ പോലെ ഇരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഒരു തുണി വെച്ചിട്ട് അരിച്ചെടുക്കുന്നതാണ് നല്ലത്. ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ കൈകൊണ്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ അരിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിത് 2 ദിവസം നല്ല ടൈറ്റ് ആക്കിയിട്ട് അടച്ച് വെക്കണം. ഇനി ഇളക്കി കൊടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. നല്ല ടൈറ്റ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് 2 ദിവസം കഴിയുമ്പോൾ എടുത്തു കഴിയുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള വൈൻ നമുക്ക് കിട്ടും. ഞാനൊരു 2 ദിവസവും കൂടി അതുപോലെ ഒന്ന് അനക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലേ നല്ല ക്ലിയർ ആയിട്ടുള്ള വൈൻ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ വൈൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. കണ്ടോ, ആ അടിയിൽ അതിൻ്റെ മട്ടൊക്കെ അടിഞ്ഞിട്ട് മുകളിലത്തെ ലെയർ നല്ല ക്ലിയർ ആയിട്ടുള്ള ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് അനക്കാതെ വേണം നമുക്ക് എടുക്കാനായിട്ട്. അനക്കാതെ എടുത്തിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി അരിച്ചെടുക്കാം. എന്നിട്ട് കുപ്പികളിലാക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. ഞാനിപ്പോൾ ഇതൊരു സ്റ്റീൽ കയ്യിലാണ് എടുത്ത് കാട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എത്ര നല്ല റെഡ് കളറിലാണ് നമ്മുടെ വൈൻ കിട്ടിയിരിക്കുന്നതെന്ന്. ഞാനിപ്പോൾ ഇതൊരു ചെറിയൊരു വൈൻ്റെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കാട്ടുന്നുണ്ട്. ചില്ല് ഗ്ലാസ്സിലേക്ക് എടുത്താൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു റെഡ് കളറാണ് നമ്മുടെ വൈൻ ഉണ്ടാവുന്നത്. ഈ വൈൻ നമ്മൾ സൂക്ഷിക്കുമ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വെള്ളത്തിൻ്റെ ഒട്ടും അംശമില്ലാത്ത കുപ്പികളിൽ വേണം എടുത്ത് വെക്കാനായിട്ട്. അതുപോലെ തന്നെ വെട്ടം കയറാത്ത സ്ഥലത്ത് വേണം ഈ വൈൻ സൂക്ഷിച്ച് വെക്കാനായിട്ട്.
ഈ വൈൻ ഇരിക്കുന്നത് നല്ല വീര്യം കൂടി വരും. പഞ്ചസാരയുടെ ആ ഒരു മധുരം കുറഞ്ഞിട്ട് വീര്യം കൂടി വരും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 വർഷം വരെയൊക്കെ ഈ വൈൻ സൂക്ഷിച്ച് വെക്കാം. നമ്മൾ മിക്സഡ് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു വൈൻ റെഡിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലതാണിത്. രക്തശുദ്ധിയൊക്കെ ഉണ്ടാവാനായിട്ട് നല്ലൊരു വൈനാണിത്. അപ്പോൾ ഇതെന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ രീതിയിലുള്ള വൈൻ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ വൈൻ എപ്പോഴും സൂക്ഷിച്ച് വെക്കുമ്പോൾ ഇതുപോലെയുള്ള ചില്ലുകുപ്പികളിലോ അല്ലെങ്കിൽ ഭരണിയിലോ ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം. ഇതുപോലെയുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് ഇനിയും കിട്ടുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്